കർത്താവായ യേശു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഈ പ്രാർത്ഥന ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ മനഃപ്പാഠമാക്കി ചൊല്ലുന്നു. ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനത്തിന് വളരെ കുറച്ചു പേർ മാത്രമേ സമയം കണ്ടെത്തിയിട്ടുള്ളൂ. ഈ പ്രാർത്ഥനയുടെ അർത്ഥമോ ആഴമോ ഗ്രഹിക്കാതെ അത് ചൊല്ലുന്ന ധാരാളം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകം സ്നേഹവന്ദനവും നന്ദിയും പറയട്ടെ. നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരാൾ മറ്റൊരാളോട് ഈ വിവരം പറയണം. ഇത് നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ സഹകരിക്കാനുള്ളൊരു വഴിയാണ്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഈ രഹസ്യം പുറത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഭൂമിയിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യമുണ്ട്. ഒന്ന് ക്രിസ്തീയ ജീവിതം, രണ്ട് കുടുംബജീവിതം. ഒരാൾക്ക് ഒറ്റയ്ക്കൊരു കുടുംബജീവിതമില്ല. അതിന് കുറഞ്ഞ പക്ഷം 2 പേര് വേണം. ഒരാൾക്ക് ഒറ്റയ്ക്കൊരു ക്രിസ്തീയ ജീവിതവും സാധ്യമല്ല. നിങ്ങൾ മറ്റൊരാളോട് ഇത് പറഞ്ഞിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥമായി ക്രിസ്തു ശിഷ്യനല്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് ആയിരങ്ങളോട് പറയുവാൻ ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾ ഞങ്ങളുടെ ഈ സന്ദേശം കേട്ട സുഹൃത്തുക്കൾ ദയവായി മറ്റൊരാളോട് ഇത് പറയണം. നിങ്ങളുടെ വീടിനടുത്തുള്ള കടയിൽ ഒരു കടലാസിൽ എഴുതി ഒട്ടിക്കണം. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 7 വരെയുള്ള 4 സ്റ്റാർ വിഷനിലെ സുവിശേഷ സന്ദേശം ശ്രദ്ധിക്കുക. എഴുതി ഒട്ടിക്കുക. ഇത് യൗവനക്കാർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ എഴുതി ഒട്ടിക്കുക. നിങ്ങളുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരത് കാണട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കളോട് ടെലിഫോൺ ചെയ്ത് രാവിലെ 6:30 വരെ ഫോൺ ചെയ്ത് വിളിക്കണം. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഇതിന് പണം മുടക്കുണ്ട്. പല സഹോദരങ്ങൾ ഈ വിഷയത്തിൽ സഹകരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഇതിന് പണം മുടക്കണ്ട. നിങ്ങൾക്കിതിന് ശ്രോതാക്കളെ സംഘടിപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് അയൽക്കാരെ ക്ഷണിക്കാം. നമ്മുടെ രാജ്യം ഒരു ദരിദ്ര രാജ്യമാണ്. എല്ലാവർക്കും ടെലിവിഷനില്ല. ടെലിവിഷൻ ഉള്ളവരിൽ പകുതി പേർക്ക് പോലും കേബിളില്ല. അതുകൊണ്ട് നിങ്ങൾ കേബിൾ ടെലിവിഷനുള്ള ആളല്ലേ, ഒരു 2 പേരെ വിളിക്കുക. 2 പേരെ, 2 കുടുംബത്തിൽ ഈ മെസ്സേജ് പറ. അവർ വീട്ടിൽ വന്നിരിക്കട്ടെ. രാവിലെ ഒരു കൂട്ടായ്മയാകട്ടെ. കഴിയുമെങ്കിൽ ഒരു ചായയും കൊടുത്ത് അവരെ നിങ്ങൾ ഈ പ്രോഗ്രാമിന് ക്ഷണിക്കുക. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ ഒരു പങ്കുണ്ടാകട്ടെ. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അത് നിങ്ങളുടെ മക്കൾക്ക് നന്മയായിട്ട് ഭവിക്കും. ആയിരങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ ഇതുവരെ കേട്ടതിലെ സന്ദേശങ്ങൾ, സത്യങ്ങൾ ദയവായി നിങ്ങളുടെ സ്വന്തക്കാരോടും മറ്റുള്ളവരോടും പങ്കിടുക. നിങ്ങളുടെ ഈ സന്ദേശത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഒരു കാർഡിൽ എഴുതി ഞങ്ങളെ അറിയിക്കുക. ഭേദഗതി ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഭേദഗതി ചെയ്യാം. പുസ്തകങ്ങൾ അയച്ചു തരാം. അഭിപ്രായങ്ങൾ എഴുതി അയക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളെ സഹായിക്കുവാൻ ഇതിൻ്റെ പുറകിൽ ഒരു ടീമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെയുണ്ട്. നിങ്ങളിവിടെ എഴുതി അയച്ച കത്തുകൾക്ക് വേണ്ടി ഞങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കും. മറക്കണ്ട. തുടർച്ചയായി സന്ദേശം നിങ്ങൾ കേൾക്കുകയാണ്. 3 മാസമായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഈ വചനം ധ്യാനിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം വന്ദനം പറയുന്നു. ഇപ്പോൾ ഈ ഒടുവിലായി ഈ 15 ദിവസം നാം തുടർച്ചയായി ചിന്തിച്ചത് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഇന്ന് അതിൻ്റെ സമാപനമാണ്. കർത്തൃ പ്രാർത്ഥന എന്ന പേരിനെക്കുറിച്ച് വീണ്ടും പറയുന്നു. കർത്തൃ പ്രാർത്ഥന എന്ന പേര് അർത്ഥമാക്കുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന എന്നല്ല, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്നാണ്. ഒന്ന് വിശദീകരിച്ചോട്ടെ. കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ആണോ?
അല്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഈശോ മിശിഹ പ്രാർത്ഥിക്കില്ല. പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം അവൻ പാപിയല്ല. അവനങ്ങനെ പ്രാർത്ഥിക്കുമോ? അപ്പോൾ കർത്തൃപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന, ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണത്. മറക്കരുതേ, പേര് മറക്കരുത്. കർത്തൃപ്രാർത്ഥന ബൈബിളിലുണ്ടോ? ഉണ്ട്. യഥാർത്ഥമായി കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ബൈബിളിലുണ്ട്. അതേതാണ്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. പ്രാരംഭ ദിനങ്ങളിൽ ഇത് ഞാൻ പറഞ്ഞിരുന്നു. യോഹന്നാൻ 17:1 യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അത് ദീർഘമായൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. ഇപ്പോഴും അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടവും വിടുന്നു. അടുത്ത ചോദ്യം, ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാറുണ്ടോ? ഉണ്ട്. ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നത്. അടുത്ത ചോദ്യം, ഇതുപോലെ നിങ്ങൾ ചൊല്ലുന്നുണ്ടോ? ഇല്ല. ഇതിനകത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഇത് ചൊല്ലിയതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. വേദപുസ്തകത്തിലെ ഏതൊരു വാചനവും ഒരാൾ മനഃപ്പാഠമാക്കി പറയുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ഭക്ഷണ സാധനം വിളമ്പി വെച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറയുന്നതിനേക്കാൾ കർത്താവേ ഈ ആഹാരം തന്നതിന് നന്ദി എന്ന് പറയുവാനാണ് ഞങ്ങൾ പലപ്പോഴും ഉത്സാഹിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? യഥാർത്ഥ ഉദ്ദേശം അന്ന് വരെ നിലവിലിരുന്ന പ്രാർത്ഥനാ സംവിധാനത്തെ യേശു തിരുത്തുകയായിരുന്നു. യേശു തമ്പുരാൻ ഈ കാര്യം പറയുമ്പോൾ ഭൂമിയിൽ അന്ന് വരെയുള്ള പ്രാർത്ഥനകൾ പലതും തിരുത്തേണ്ട ഒരു സമയം വന്നിരിക്കുന്നു. അതുകൊണ്ട് യേശു തിരുത്തുകയായിരുന്നു. എന്താണ് തിരുത്തിയത്? ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം തിരുത്തുന്നു. മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധം തിരുത്തുന്നു. മനുഷ്യനും പിശാചുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നു. ഇങ്ങനെ വിലപ്പെട്ട കുറെ തിരുത്തലുകളുമായിട്ടാണ് യേശു രംഗത്ത് വരുന്നത്. ഓക്കെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കാനുണ്ടെങ്കിലും ഈ ഒന്നാം ഭാഗം, അതായത് ഈ 15 സന്ദേശങ്ങൾ കർത്തൃപ്രാർത്ഥനയുടെ ഒരു ലളിത വിവരണമാണ്. ഇവിടെ ഈ സന്ദേശം സമാപിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കട്ടെ. ഇന്നത്തെ വചനം വായിക്കാം. അതേ, ആ ഭാഗം മുഴുവൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. പല പ്രാവശ്യം വായിച്ച വാക്യം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നാം സാധാരണ ചെയ്യുന്നത് പോലെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനം നല്ലതുപോലെ ഗ്രഹിപ്പാൻ കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ ഒടുവിലത്തെ ഭാഗത്ത് നിൽക്കുകയാണ്. പലപ്പോഴും ഞാൻ ഓർപ്പിച്ചതുപോലെ ഉറക്കം തൂങ്ങി ശ്രദ്ധിക്കാതെ അവസാനിപ്പിക്കുന്ന ആ ഭാഗം, രാജ്യവും ശക്തിയും മഹത്വവും, അതെ, ലാസ്റ്റ് വലിയ കാര്യം പരിഗണിക്കാത്തൊരു ഭാഗമല്ലേ അത്? രാജ്യം, ശക്തി, മഹത്വം, എന്തോ അതാണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. കിങ്ഡം, പവർ, ഗ്ലോറി, ഇത് മുഴുവൻ നിനക്കാണ്. പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഒന്നും ചോദിക്കുന്നില്ല. നോക്കൂ, 6 ചോദ്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. 6 അപേക്ഷകൾ ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. പക്ഷേ അത് 6ഉം തീർത്തിട്ട്
ഒടുവിക്കൊണ്ട് നിർത്തുന്നത്, ഒന്നും തരണ്ട, ഞങ്ങളെ തന്നെ നിനക്ക് തരുന്നു. കർത്താവേ, രാജ്യം നിനക്ക്. രാജ്യത്തിൻ്റെ അർത്ഥം കിങ്ഡം, ഭരണം, നമ്മുടെ സങ്കല്പം, മനോരാജ്യം എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു. ശക്തി, പവർ, അതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു. കർത്താവേ, നീയാണ് അധികാരി, നിന്റെ അധികാരത്തിന് ഞങ്ങൾ കീഴടങ്ങും. ഒടുവിലത്തേത് ഗ്ലോറി, മഹത്വം നിനക്ക്. മൂന്നാമത്തെ ചിന്ത ഇവിടെ തുടങ്ങുന്നു. അതെ, ഇതെല്ലാം ഒരേ വിഷയം തന്നെ നാം ധ്യാനിക്കുകയാണ്. മഹത്വം. ഈ കൊച്ചു വാക്കിനകത്ത് എന്തെങ്കിലും വിവരിക്കാനുണ്ടോ? ഉണ്ട്. മഹത്വം നിനക്ക്, മഹത്വം നിനക്ക്, മഹത്വം നിനക്ക്. ഇതെന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ചില വചനങ്ങൾ നിങ്ങൾ വായിക്കാൻ എന്നോടുകൂടെ സഹകരിക്കണം. അനേകർ വേദപുസ്തകം തുറന്നു വെച്ചിരിപ്പുണ്ട്. അനേകർ നോട്ട്ബുക്കും പേനയുമായിട്ടിരിപ്പുണ്ട്. ചിലരൊക്കെ ജോലി തിരക്കിനിടയിൽ ജോലി ചെയ്തുകൊണ്ട് കാണുന്നു. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് പ്രോഗ്രാം കാണുന്ന പലരെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അങ്ങനെയെങ്കിലും കാണുക. ചിലർക്ക് കാണാൻ പറ്റുന്നില്ല, മറ്റൊരു റൂമിൽ ടെലിവിഷൻ ഇരിക്കുന്നു, ജോലി ചെയ്യുന്നു, പക്ഷെ കേൾക്കുന്നുണ്ട്. സാരമില്ല, പറ്റുമെങ്കിൽ കുറിച്ചെടുക്കുക, ബൈബിൾ തുറന്നു നോക്കുക. ഇന്ന് ഞാൻ വായിക്കുന്ന 1-2 വാക്യങ്ങൾ പഴയ നിമിത്തത്തിൽ നിന്നായതുകൊണ്ട് മനസ്സിലാകാൻ ചില ബുദ്ധിമുട്ട് വരും. ശ്രദ്ധിച്ചാലും നമ്മുടെ ഇന്നത്തെ വിഷയം മഹത്വം ദൈവത്തിന്, ഗ്ലോറി. ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രസ്താവന നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം 42:8. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുകയില്ല. ഈ വാക്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തിരുവചനത്തിൽ നിന്നും നേരിട്ട് നിങ്ങൾക്ക് തുറന്നു നോക്കാം. പേജ് നമ്പർ 700, പേജ് നമ്പർ 700, 8-ാം വാക്യം. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല. ശ്രദ്ധിക്കുക, സാക്ഷാൽ സൃഷ്ടാവ് പറയുന്നു, മഹത്വം എനിക്കുള്ളത്. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കയില്ല, എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കയില്ല. അതേ കാര്യം ഈ വചനത്തിൽ പല പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എല്ലാം ഞാൻ ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ എങ്ങനെ വായിച്ച് കേൾപ്പിക്കും? ഇന്ന് നമ്മളൊരു വിഷയത്തിൽ കയറി. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒടുവിലത്തെ കൊച്ചുവാക്ക്, 2 അക്ഷരം, 3 അക്ഷരം, മഹത്വം, മഹത്വം നിനക്ക്. യേശു പറയാണ്, സഹോദരി, നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയണം, കർത്താവേ, മഹത്വം നിനക്ക്. കർത്താവേ, രാജ്യം നിനക്ക്, ശക്തി നിനക്ക്, മഹത്വം നിനക്ക്. അതിലൊടുവിലത്തെ വാക്കാണ് മഹത്വം. ഇത് നിങ്ങൾ പറയാൻ ദൈവം തമ്പുരാൻ പറയുന്നു. അത് പറയുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ മഹത്വം വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല. ഞാൻ എൻ്റെ മഹത്വം രൂപങ്ങൾക്ക് കൊടുക്കുകയില്ല. ഞാൻ എൻ്റെ മഹത്വം കണ്ണിക്കണ്ടതിനെല്ലാം കൊടുക്കില്ല. അത് സംഘടനയ്ക്ക് കൊടുക്കില്ല, അത് വ്യക്തികൾക്ക് കൊടുക്കില്ല. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തന് വിട്ടുകൊടുക്കുകയില്ലെന്ന് സാക്ഷാൽ ദൈവം അരുളി ചെയ്യുന്നു. ഈ സത്യം നാം അറിയണം. സകല മഹത്വവും, സകല ആരാധനയും, സകല പുകഴ്ചയും, സകല സ്തുതിയും കർത്താവിന്. ഇതാണ് ഈ പ്രാർത്ഥനയുടെ ഒടുവിൽ. അതായത് നമുക്ക് ദൈവത്തെ കളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ വിവരിക്കാം. ദൈവത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ ചെയ്തിട്ട് അതിൻ്റെ ഗ്ലോറി
നടത്തിപ്പുകാർ എടുക്കുക. അതിൻ്റെ മഹത്വം സംഘാടകരെടുക്കുക. അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ലാഭം നടത്തിപ്പുകാരെടുക്കുക. അതിന് ദൈവം കൂട്ടുനിൽക്കില്ല. ദൈവം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൻ്റെ മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കണം. ഈ വിഷയം അത്ര പെട്ടെന്ന് ഗ്രഹിക്കാവുന്നതല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ഇതൊരു അതിപ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ മറ്റൊരു വചനം വായിച്ചു കേൾപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്കൊന്ന് വരാം. അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. പേജ് നമ്പർ 24, 24-ാമത്തെ പേജ്, 22-ാമത്തെ അധ്യായം, 15 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. അനന്തരം പരീശന്മാർ യേശുവിനെ കുടുക്കുവാൻ ആലോചിച്ച് അവൻ്റെ അടുക്കൽ വന്നു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനുമാകയാൽ ആരെയും ശങ്കയില്ലാത്തവനാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് ന്യായമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി അന്നത്തെ പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത് നല്ലതാണോ? യേശു അതിന് എന്തുത്തരം പറഞ്ഞാലും കഴിയും. അതാണ് അവരുടെ പ്ലാന്. കൊടുക്കാൻ പറഞ്ഞാൽ കുഴപ്പം, കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പം. അതിനാണ് ആ ചോദ്യം ചോദിച്ചത്. യേശുവിൻ്റെ മറുപടി, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പീൻ. നികുതി, അതായത് ഈ ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്ന നാണയമാണ് ഒന്ന് കാണിക്കൂ. യേശു പറയുക, ടാക്സ് കൊടുക്കണോ, നികുതി കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പണം ഉണ്ടല്ലോ, ആ പണമല്ലേ നീ ഉപയോഗിക്കുന്നേ? അപ്പോൾ ഈ ഗവൺമെന്റ് ഇറക്കിയ പണം എന്നെ ഒന്ന് കാണിക്കുക. ഉടനെ അവരുടെ നാണയം കാണിക്കാൻ കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ നാണയത്തിൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേത്? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പം നമ്മുടെ കൈവശമുള്ള ഒരു നാണയം, 5 രൂപയുടെ ഒരു തുട്ട്, 1 രൂപയുടെ 2 രൂപയുടെ ഒരു തുട്ടെടുത്ത് നോക്കിയാൽ അതിൽ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു മുദ്ര കാണാം. യേശു ചോദിക്കുകയാണ്, ഇതിൽ കാണുന്ന ഈ മുദ്ര ആരുടേത്? സ്വരൂപവും മേലെഴുത്തും ആരുടേത്? അവരുടെ മറുപടി, കൈസരുടേത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചക്രവർത്തിയുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. യേശുവിന്റെ മറുപടി, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. യേശുവിനെ കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇതല്പം വിവരിച്ച് പഠിക്കേണ്ടതാണ്. സീസർ ഈസ് ലോർഡ് എന്ന് ഉറക്കെ വിളിക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീസസ് ഈസ് ലോർഡ് എന്ന് വിളിക്കാൻ യേശു പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ കൈസർക്ക് കരം കൊടുക്കാമോ? യേശുവിന്റെ മറുപടി, ഈ നാണയം ആരുടേതാണ്? കൈസറുടേതാണ്. എങ്കിൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൂടെ. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. യേശു ഒരു വിലപ്പെട്ട സന്ദേശത്തോടെ പറഞ്ഞു. ഇവിടെ ഇപ്പൊ 2 സംഗതിയാണ്. ഒന്ന് ദൈവം, മറ്റൊന്ന് സീസർ. വേറൊരു നിലയിൽ പറഞ്ഞാൽ ഒന്ന് നാണയം, മറ്റൊന്ന് മനുഷ്യൻ. ഒന്ന് ദൈവം, മറ്റൊന്ന് സീസർ. വേറെ ഒന്ന് പറഞ്ഞാൽ നാണയം, മനുഷ്യൻ. നാണയത്തിലോട്ട് നോക്കിയിട്ട് യേശു ചോദിക്കുന്നു, ഇതിൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേത്? അവർ പറഞ്ഞു കൈസറുടേത്. എങ്കിൽ കൈസർക്ക് കൊടുത്തോളൂ. ചോദ്യം അവിടെ അവസാനിക്കുന്നില്ല. ഈ പരീക്ഷിച്ച് ചോദ്യം ചോദിക്കാൻ വന്നവരിലുള്ള മേലെഴുത്തും സ്വരൂപവും ആരുടേത്? ഈ കൊണ്ടുവന്ന വ്യക്തിയുടെ സ്വരൂപം ആരുടേത്? സംശയം വേണ്ട. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? നാണയത്തിലെ സ്വരൂപം സീസറുടേത്, നാണയം സീസർക്ക് കൂടെ. നിന്നിലുള്ള സ്വരൂപം ദൈവത്തിൻ്റെത്, നിന്നെ ദൈവത്തിന് കൂടെ.
സീസർക്കുള്ളത് സീസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൂടെ. മനസ്സിലായില്ലായിരിക്കും അല്ലേ? നാണയമെടുത്തുകൊണ്ട് സീസർക്ക് കരം കൊടുക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നവരോട് യേശു പറയുക, ആരുടെ സ്വരൂപത്തിൽ അത് സൃഷ്ടിച്ചോ അവർക്കത് കൊടുക്കുക. മനുഷ്യന് ബോധമുണ്ടെങ്കിൽ അത് മനസ്സിലാകും. ഒരു യഹൂദനോടാണ് യേശു സംസാരിക്കുന്നത്. ഈ സ്വരൂപവും മേലെടുത്തും ആരുടേത്? ആരായത് ചോദിച്ചെന്നറിയാമോ? സാക്ഷാൽ നിന്നെ ഈ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മെനഞ്ഞ തമ്പുരാനാണ് ഈ ചോദിക്കുന്നത്. ഈ സ്വരൂപം മേലെടുത്തും ആരുടെയാ? ദൈവത്തിൻ്റെയാ. എങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപവും മേലെഴുത്തും നിന്നിലുള്ളതിനാൽ നിന്നെ നീ ദൈവത്തിന് കൊട്. നാണയത്തിൻ്റെ സ്വരൂപവും മേലെഴുത്തും സീസറുടേതാണ്, അത് സീസർക്കും കൊട്. അല്പം കട്ടിയുള്ളൊരു കാര്യമാണല്ലേ? ദൈവത്തിനുള്ളത് ദൈവത്തിനും, പിശാചിനുള്ളത് പിശാചിനും. ഈ വാക്യം ഒരുപാട് വളച്ചൊടിച്ചൊരു വാക്യമാണ്. സാധാരണ ആളുകൾ പറയുന്നൊരു വചനമാണ്, താൻ പാതി ദൈവം പാതി. ഞങ്ങളിങ്ങനെ ഉപദേശിമാരാ വീടുകളിൽ പോകും, സുവിശേഷം പറയും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കൺവെൻഷനിൽ പ്രസംഗിക്കും. ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ നല്ല മനുഷ്യർ, നല്ല ഒരു കുഴപ്പക്കാരല്ല കേട്ടോ, നല്ല മനുഷ്യരാണ്, കള്ളൊന്നും കുടിക്കുകയില്ല, ആരും വഴക്കുണ്ടാക്കില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ ഞങ്ങളോട് പറയുന്ന ഉപദേശം ഇതൊക്കെ ശരി, എന്നാലും താൻ പാതി ദൈവം പാതി എന്നല്ലേ, നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യാം, പിന്നെ ബാക്കി ദൈവം ചെയ്യുമ്പോൾ ചെയ്യട്ടെ. ഈ പറച്ചിലൊക്കെ പറയാനായിട്ട് ബൈബിളിൽ വാക്യമില്ല. ബൈബിളിലില്ലാത്ത കുറേ വാക്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അവനെൻ്റെ വിശ്വാസം അവനെന്നെ രക്ഷിക്കും, ബൈബിളിലില്ല. താൻ പാതി ദൈവം പാതി, ബൈബിളിലില്ല. ഇങ്ങനെ ബൈബിളിലില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ വാക്യമാണ് ഈ വിധത്തിൽ ഉണ്ടാക്കിയെടുത്തത്. യേശുവിനെ പരീക്ഷിക്കാൻ വന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് യേശു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. നാണയം കാണിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇതിലുള്ള സീൽ ആരുടെയാണ്? സീസറുടെയാണ്. ഓക്കെ, എങ്കിൽ സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൂടെ. താൻ പാതി ദൈവം പാതി എന്നല്ല എൻ്റെ അർത്ഥം. അതായത് നിന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തമ്പുരാൻ പകുതി സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പറയുകയാണ്, എൻ്റെ പകുതി ഞാൻ ചെയ്തിട്ടുണ്ട്, നിന്റെ പകുതി നീ ചെയ്തു എന്നല്ല പറഞ്ഞത്. പൂർണ്ണമായി നിന്നെ സൃഷ്ടിച്ച്